ഗുഡ് മോർണിംഗ് കേരള. ഇന്ന് ഓഗസ്റ്റ് 18. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു സുപ്രധാന അധ്യായത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കാൻ പോകുന്ന സമയം. സുഭാഷ് ചന്ദ്രബോസിന്റെയും അദ്ദേഹത്തിന്റെ ഇന്ത്യൻ നാഷണൽ ആർമിയുടെയും പ്രധാന സഖ്യകക്ഷിയായിരുന്ന ജപ്പാൻ കീഴടങ്ങി. ലോകം മാറിക്കൊണ്ടിരുന്ന ഒരു കാലം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ വിധിയും അങ്ങനെ തന്നെയായിരുന്നു. അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞ ആ ദിവസങ്ങളിലാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് തായ്വാനിൽ നിന്ന് ഒരു ജാപ്പനീസ് സൈനിക വിമാനത്തിൽ കയറിയത്. എന്നാൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ദുരന്തം സംഭവിച്ചു. വിമാനം തകർന്നു വീണു. ശരീരം മുഴുവൻ പൊള്ളലേറ്റ നമ്മുടെ നേതാജിയെ ജീവനോടെ പുറത്തെടുത്തതായി പറയപ്പെടുന്നു. ഒരു ചെറിയ സൈനിക ആശുപത്രിയിൽ വെച്ച് മരണമടഞ്ഞുവെന്നും പറയപ്പെടുന്നു. കുറഞ്ഞപക്ഷം ഔദ്യോഗിക രേഖകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അതാണ്. പക്ഷേ നേതാജിയുടെ അനുയായികൾ പലരും ഈ കഥ അംഗീകരിക്കാൻ വിസമ്മതിച്ചു. അവരെ സംബന്ധിച്ചിടത്തോളം നേതാജിയെ പോലെ നിർഭയനും ദൃഢനിശ്ചയമുള്ളവനുമായ ഒരു മനുഷ്യന് അത്തരമൊരു അന്ത്യം കൈവരിക്കാൻ കഴിയുമായിരുന്നില്ല. ചിലർ അദ്ദേഹം രക്ഷപ്പെട്ടുവെന്ന് വിശ്വസിച്ചു. മറ്റു ചിലർ വിശ്വസിച്ചത് അദ്ദേഹം ഇന്ത്യയിൽ എവിടെയോ വേഷം മാറി താമസിച്ചുവെന്നും തിരിച്ചു വരാനുള്ള ശരിയായ നിമിഷത്തിനായി കാത്തിരിക്കുകയുമാണെന്നുമാണ്. 1956 ഷാ നവാസ് കമ്മിറ്റി മുതൽ 2006 ജസ്റ്റിസ് മുഖർജി കമ്മീഷൻ വരെ അദ്ദേഹത്തിന്റെ തിരോധാനത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ടുകൾ സമർപ്പിച്ചു. എന്നിരുന്നാലും ആർക്കും ആ നിഗൂഢത അവസാനിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഓരോ റിപ്പോർട്ടും ഉത്തരങ്ങളെക്കാൾ കൂടുതൽ ചോദ്യങ്ങളാണ് അവശേഷിപ്പിച്ചത്. ഇന്നും ഓഗസ്റ്റ് 18 നേതാജി മരിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ദിവസമായി മാത്രമല്ല, സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും വലിയ പരിഹരിക്കപ്പെടാത്ത രഹസ്യങ്ങളിൽ ഒന്നിന്റെ തുടക്കമായി ഓർമ്മിക്കപ്പെടുന്നു.